Hi students, ഇന്ന് നമ്മുടെ ചാപ്റ്റർ കെമിക്കൽ മെസ്സേജ് ഫോർ ഹീമോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ പണി. ഇനി എൻഡോക്രൈൻ സിസ്റ്റം നമുക്ക് കൺട്രോൾ കോർഡിനേഷൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ്. ഈ എൻഡോക്രൈൻ സിസ്റ്റം നമുക്ക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതേമാതിരി ഈ ഹോർമോണുകൾ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് അവർക്ക് ട്യൂബുകളൊന്നുമില്ല. അത് കാരണം അവർ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഹോർമോണെല്ലാം നേരിട്ട് ബ്ലഡിലേക്ക് കയറ്റി വിടുകയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ചെയ്യുക. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ സെല്ലുകളിലേക്കുള്ള കെമിക്കൽ മെസ്സേജുകളാണ്. നമുക്ക് മൊത്തം 9 എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണുള്ളത്. ഹൈപ്പോതലാമസ്, പീനിയൽ, പിറ്റ്യൂട്ടറി, പാരാതൈറോയിഡ്, തൈറോയിഡ്, തൈമസ്, അഡ്രിനൽ, പാൻക്രിയാസ്. മെയിൽസിലാണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റിസ് ആയിരിക്കും, ഫീമെയിൽസിലാണെങ്കിൽ അത് ഓവറീസ് ആയിരിക്കും. അപ്പോൾ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലഡ് വഴിയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവുക, എല്ലാ സെല്ലുകളിലേക്കും എത്തും. സെല്ലുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസപ്റ്ററുകളാണ് ആ ഹോർമോണിനെ സ്വീകരിക്കുക. അപ്പോൾ ഏത് സെല്ലിലേക്കാണോ ഹോർമോൺ ആക്ട് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ ടാർഗറ്റ് സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഓരോ ഹോർമോണ് പലതരം ഹോർമോണുകൾ ഉണ്ട്. പലതരം ഹോർമോണുകളെ റിസീവ് ചെയ്യുന്നത് പലതരം റിസപ്റ്റേഴ്സാണ്. ഓക്കെ, പാൻക്രിയാസ് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. 2 ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസുലിനും ഗ്ലൂക്കഗോണും. അപ്പോൾ പാൻക്രിയാസിനകത്തുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുന്ന പാർട്ടുണ്ട്. അതിനകത്ത് ബീറ്റ സെല്ലുണ്ട്, ആൽഫ സെല്ലുണ്ട്. ഈ ബീറ്റ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൽഫ സെല്ലാണ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ 70 തൊട്ട് 110 മില്ലിഗ്രാം പെർ 100 ml ആണ്. അതായത് 100 ml എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 70 തൊട്ട് 110 മില്ലിഗ്രാം വരെ ആവാം. പക്ഷെ ഇത് കൂടുതലോ കുറവോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഹോർമോൺസാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കഗോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കഗോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലൂക്കോസ് ലെവൽ ഹോർമോണുകൾ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസുലിന് ഉള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഹാൻസ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഇപ്പോൾ സെല്ലുകളിലേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ എടുക്കുക. അതേമാതിരി ലിവറിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക. ഗ്ലൂക്കോഗോണിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിലുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും. പിന്നെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അതാണ് ഡയബറ്റീസ് മെല്ലിറ്റസ് ആണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 126 മില്ലിഗ്രാം പെർ 100 ml ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് വിളിക്കാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നതാണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പ് ഉണ്ടാവും, നല്ല വെള്ളം ദാഹം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇനി അഥവാ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യൂറിനിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ 2 ലോബുള്ള ഗ്ലാൻഡ്, 2 ഇതളുമാരിയുള്ള ഒരു ഗ്ലാൻഡാണ്. ട്രക്കിയുടെ 2 സൈഡിലാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. ലാരിങ്സിൻ്റെ അടിയിലാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്, തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെറ്റബോളിസം റേറ്റ് കൂട്ടുക, എനർജി പ്രൊഡക്ഷൻ കൂട്ടുക, കുട്ടികളുടെ ഗ്രോത്ത് നിയന്ത്രിക്കുക. അതേമാതിരി ഫീറ്റൽ സ്റ്റേജിൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഗ്രോത്തും കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ തൈറോക്സിൻ്റെ മെയിൻ പരിപാടി. ഇനി തൈറോക്സിൻ ഉണ്ടാകുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ കുട്ടികളിൽ, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ അകത്താണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടിക്ക് മെൻ്റൽ റിട്ടാർഡേഷനും സ്റ്റാൻഡേർഡ് ഗ്രോത്തും ഉണ്ടാകും. ഇതിന് നമ്മൾ ക്രൈറ്റിനിസ് എന്ന് പറയും. മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ മിക്സഡിമ എന്നുള്ള ഒരു കണ്ടീഷനാണ് വരിക. അങ്ങനെ കണ്ടീഷൻ വന്നാൽ ലോ മെറ്റബോളിക് റേറ്റും അതേമാതിരി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോഡിൻ വേണം, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോഡിൻ വേണം. അഥവാ അയോഡിൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ തൈറോക്സിൻ ഉണ്ടാക്കാൻ പറ്റില്ല.
അപ്പോൾ ഇങ്ങനെ തൈറോക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതായി വരും. ഇത് തന്നെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കഴുത്തിൽ നല്ല വീക്കം മാതിരി ഉണ്ടാവും. ഇനി തൈറോക്സിൻ കൂടുതലായി ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ മെറ്റബോളിക് റേറ്റ് ആണ്, ബോഡി ടെമ്പറേച്ചർ കൂടും, ഒരുപാട് വയർക്കും, ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും, ഉറക്കം ഉണ്ടാവില്ല, വെയിറ്റ് കുറയും, അതായത് ഇമോഷണൽ ഇംബാലൻസുകളെല്ലാം സംഭവിക്കാം. ഈ കാൽസിറ്റോണിൻ, ഇപ്പോൾ കാൽസിറ്റോണിൻ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ ഉണ്ടാക്കും. അപ്പോൾ ഈ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള കാൽഷ്യമിനെ കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ള കാൽഷ്യത്തിനെ കൊണ്ടായി ബോണിലേക്ക് സപ്ലൈ ചെയ്യും. അടുത്ത പാരതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പുറകിലാണുള്ളത്. ഇപ്പോൾ പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ പേര് പാരാത്തോർമോൺ എന്നാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാരാത്തോർമോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാൽഷ്യം ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് കാൽഷ്യം അക്വയർ ചെയ്യും. അതേമാതിരി തന്നെ ഈ ഒരു കണ്ടീഷനിൽ കാൽഷ്യം ബോണിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാനും ഒരു ഹെൽപ്പ് ചെയ്യും. അടുത്ത അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ മുകളിലാണ് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടാവുക. അതിൻ്റെ വെളിഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും, ഉൾഭാഗത്തിന് മെഡുല എന്നും പറയും. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഇങ്ങനെ ഒരു 5 കാര്യങ്ങളാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡുകൾ ഉണ്ടാകുന്ന ഹോർമോൺ. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതുമാതിരി തന്നെ ഇൻഫ്ലമേഷൻ, അലർജിയെല്ലാം കൺട്രോൾ ചെയ്യുന്ന കോർട്ടിസോളാണ്. അതുമാതിരി ഡിഫൻസ് സെല്ലുകളുടെ ആക്ഷനെ സ്ലോ ഡൗൺ ചെയ്യുന്ന കോർട്ടിസോളാണ്. ആൽഡോസ്റ്റിറോൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൾട്ട് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് എപ്പിനെഫ്രിൻ. നോറെപ്പിനെഫ്രിൻ നമ്മുടെ എപ്പിനെഫ്രിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നോറെപ്പിനെഫ്രിൻ. അത് പീനിയൽ ഗ്ലാൻഡാണ്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ബ്രെയിനിൻ്റെ സെൻറ്ററായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. രാത്രി കാലങ്ങളിൽ കൂടുതൽ മെലാറ്റോണിൻ ഉണ്ടാക്കും, പകൽ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെലാറ്റോണിൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം അനുഭവപ്പെടും. കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഉണർന്നിരിക്കും. അതേമാതിരി നമ്മളെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസിൻ്റെ അടിയിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. 2 ലോബുകൾ, 2 ഇതളുകളായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളുള്ളത്. അപ്പോൾ ട്രോപ്പിക് ഹോർമോണുകളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുക. പിന്നെ വേറെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഗ്ലാൻഡുകളുടെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യാൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇതളുകളുണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ ഇതളിനാണ് ആൻറ്റീരിയർ ലോബ് എന്ന് പറയും. ഈ ആൻറ്റീരിയർ ലോബ് ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ് ഈ 5 എണ്ണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ആഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രീനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ്. അടുത്ത് ഗോണഡോട്രോപിക് ഹോർമോൺ GTH. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽസിലുള്ള ടെസ്റ്റിസിറ്റി, ഫീമെയിൽസിലുള്ള ഓവറിനും സ്റ്റിമുലേറ്റ് ചെയ്യാനാണ്. പിന്നെ ഗ്രോത്ത് ഹോർമോൺ, പിന്നെ സൊമാറ്റോട്രോപിക് ഹോർമോൺ, അത് ബോഡി ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്. അടുത്ത് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ളതാണ്. ഈ പോസ്റ്റീരിയർ ലോബ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ ഹൈപ്പോതലാമസിലുള്ള ന്യൂറോ സെക്രട്ടറി സെൽസിൽ നിന്നാണ് ഈ 2 ഹോർമോൺസ് വരുന്നത്. ഈ ഹോർമോൺസ് നേരിട്ട് ബ്ലഡിലേക്ക് തന്നെയാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഓക്സിറ്റോസിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ബർത്ത് സമയത്ത് യൂട്രിൻ വാളിനെ സ്മൂത്തൻ ചെയ്യാൻ, കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ യൂട്രിൻ വാളിലുള്ള മസിൽസിനെ കോൺട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാസോപ്രസിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നീസ്, കിഡ്നീസിലുള്ള വാട്ടർ റീഅബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവിടെ വാസോപ്രസിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാസോപ്രസിൻ കൂടുതൽ സമ്മറിലുണ്ടാവും, വിൻ്റർ സീസണും റെയിനി സീസണിലും വാസോപ്രസിൻ കുറവായിരിക്കും. കാരണം മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും.
അടുത്ത് ഗൊണാഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ മെയിൽസിലുള്ള ഗൊണാഡ്സിന് പറയുന്നത് ടെസ്റ്റിസ് എന്നാണ്, ഫീമെയിൽസിലുള്ള ഗൊണാഡ്സിന് പറയുന്നത് ഓവറി എന്നാണ്. അപ്പോൾ ഗൊണാഡോട്രോപിക് ഹോർമോണാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻ എല്ലാം റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ മെയിൽസിലുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. അത് സ്പേം പ്രൊഡക്ഷനും അതേമാതിരി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ. പിന്നെ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഫീമെയിൽസിലുള്ളതാണ്. അത് മെൻസ്ട്രുവൽ സൈക്കിളിനും ഗ്രോത്ത് ഓഫ് ഫീമെയിൽ ഓർഗൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓവുലേഷനെ കൺട്രോൾ ചെയ്യും, മെൻസ്ട്രുവൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യും, അതായത് യൂട്രസിൽ എംബ്രിയോനെ ഇംപ്ലാന്റേഷൻ ചെയ്യും. ഇത് ഹൈപ്പോതലാമസ് എല്ലാ എൻഡോക്രൈൻ സിസ്റ്റത്തിനും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബ്രെയിനിലെ പാർട്ടാണ്. അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും അവർ ഉണ്ടാക്കുന്നുണ്ട്. അതേമാതിരി തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാക്കിയിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ റിലീസിങ് ഹോർമോൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TSH, ACTH, GTH ആണ്. ഇൻഹിബിറ്ററി ഹോർമോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ട്രോപ്പിക് ഹോർമോണുകളെ ഉണ്ടാക്കുന്നത് തടയും. ഏത് ലോബിലാണ്? ആൻറ്റീരിയർ ലോബിൽ ഉണ്ടാകുന്ന ചില ട്രോപ്പിക് ഹോർമോണുകളെ തടയുന്നതാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. ഇപ്പോൾ റിലീസിങ് ഹോർമോൺ എന്ന് പറയാൻ ആൻറ്റീരിയർ ലോബിലുള്ള ചില സാധനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹോർമോൺ ഉണ്ടാകും. അടുത്ത് ഫെറമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള ചെറിയ ചില ജീവികളെല്ലാം ചില കെമിക്കൽസിനെ സറൗണ്ടിങ് ആയിട്ട് കൊടുക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, അട്രാക്ഷൻ, അതേമാതിരി ഫുഡ് ഉണ്ട് എന്ന് അറിയിക്കാൻ, ഡേഞ്ചർ ഉണ്ടെന്ന് അറിയിക്കാനൊക്കെയാണ് ഫെറമോൺസ് യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ഹണി ബി ആൻഡ്സ് എല്ലാം. ഇതേമാതിരി ഫെറമോൺസ് നമുക്ക് പെസ്റ്റ് കൺട്രോളും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉറുമ്പുകളെല്ലാം ഇതേമാതിരി കറക്റ്റ് ഒരു ലൈനിൽ നടന്നു പോകാൻ കാരണം ഒരു ഫെറമോൺസ് എന്നുള്ളത് കെമിക്കൽ വിലയിൽ കൊടുക്കുന്നതുകൊണ്ട് ആ സിഗ്നൽ വെച്ച് ബാക്കിയുള്ള ഉറുമ്പുകൾ ബാക്കായിട്ട് പോകും. അടുത്ത് പ്ലാന്റ് ഹോർമോണാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത് സൈറ്റോകൈൻ, ഗിബെർലിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്, ഓക്സിനാണ്. സൈറ്റോകൈൻ എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യും, സെൽ ഗ്രോത്തിനെ, അതേമാതിരി തന്നെ സെൽ ഡിഫറൻസിയേഷനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത് ഗിബെർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഇലോങ്ങേഷൻ, സെല്ല് നീണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ബ്രേക്കപ്പ് സ്റ്റോർഡ് ഫുഡ് ബൈ സ്റ്റിമുലേറ്റിംഗ് പ്രൊഡക്ഷൻ ഓഫ് എൻസൈം ഡ്യൂറിങ് സീഡ് ജനറേഷൻ. അപ്പോൾ സീഡ് ജെർമിനേഷൻ ടൈമിൽ വളരെ ഹെൽപ്ഫുള്ളാണ്, ഫ്ലവറിങ് ടൈമിലും വളരെ ഹെൽപ്ഫുള്ളാണ്, പിന്നെ ലീവ്സും ഫ്രൂട്ടും ഉണ്ടാകാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഗിബെർലിൻ. എത്തിലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാഷ്യസ് ഹോർമോണാണ്. അത് പഴങ്ങൾ പഴുക്കാൻ വേണ്ടിയിട്ടാണ് എത്തിലിൻ യൂസ് ചെയ്യുക. കൂടുതലായിട്ട് എത്തിലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലകളും അതേമാതിരി അതിലുള്ള പഴങ്ങളെല്ലാം കൊഴിഞ്ഞ് താഴെ വീഴും. അടുത്ത അബ്സിസിക് ആസിഡാണ്. അബ്സിസിക് ആസിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾസ് ഡോർമൻസി ഓഫ് എംബ്രിയോ ഇൻ ദ സൈഡ്. കുറച്ചും കൂടി കാലം എംബ്രിയോനെ അതേമാതിരി ഇരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ അതേമാതിരി ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ്, ഫ്രൂട്ട്സ്, ബിൽഡിംഗ് ഓഫ് ലീവ്സ്, ഫ്ലവറിങ് എക്സെട്ര അതിനും ഹെൽപ്പ് ചെയ്യും. ഇല പൊഴിയാതിരിക്കാൻ, അതായത് ഇല ചുരുണ്ടു പോകാതിരിക്കാൻ, പെട്ടെന്ന് ഫ്രൂട്ട് താഴെ വീണ് പോകാതിരിക്കാൻ എല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓക്സിൻസും നേരത്തെ പറഞ്ഞ സെൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, സെല്ല് വീണ്ടും വരാൻ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി ഇൻഹിബിറ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പോൾ ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഉണ്ടാവുന്നതും ഫ്രൂട്ട് ഉണ്ടാവുന്നതും ഇല്ലാതെയാവും. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ചില ഹോർമോൺസ് ആണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിലൊന്നാമത്തെ നാഫ്തലിൻ അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രൗട്ടിങ്, പെട്ടെന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ടും, പിന്നെ പ്രിവെൻഷൻ ഓഫ് ഡ്രോപ്പിംഗ് പ്രീമച്ചർ ഫ്രൂട്ട്സ്, ചെറുത് പഴുത്ത് വരുമ്പോഴേക്കും കായ താഴെ വീഴുന്നതിന് തടയാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2,4-D എന്നുള്ള സാധനം, 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് വീഡിസൈഡായിട്ട് ഉപയോഗിക്കുന്നത്, കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗിബെർലിൻ എന്നുള്ള സാധനം, അപ്പോൾ ഗിബെർലിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ സൈസ്, പ്രത്യേകിച്ച് ഗ്രേപ്പ്, ആപ്പിൾ, അതിലെല്ലാം അതേമാതിരി തന്നെ പെട്ടെന്ന് എല്ലാം കൂടി കായ്ച്ച് പോകാതിരിക്കുക. കാരണം എല്ലാം കൂടി ഒന്നിച്ച് കായ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല, കുറേയൊക്കെ ചീഞ്ഞൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിബെർലിൻ യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ അബ്സിസിക് ആസിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് എല്ലാ പഴങ്ങളും താഴെ വീണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അബ്സിസിക് ആസിഡ് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അടുത്ത് എത്തലിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈനാപ്പിള് അങ്ങനെയുള്ള ടൊമാറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പെട്ടെന്ന് പൂക്കാനും പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തലിൻ യൂസ് ചെയ്യുക. അപ്പോൾ എത്തിഫോം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ലിക്വിഡ് ഫോമിലാണ് കിട്ടുക. അതിന് നമ്മൾ എത്തലിനാക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ റബ്ബർ മരത്തിലൊക്കെ അടിച്ചു കഴിച്ചാൽ കൂടുതൽ റബ്ബർ പാല് കിട്ടും.